ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കോട്ടയത്ത് കാരിത്താസ് ഹോസ്പിറ്റലിൽ വരേണ്ട ഒരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. കൂടെ മോളും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയായി കേട്ടോ ഞങ്ങളിവിടെ എത്തിയപ്പോൾ. അങ്ങനെ മോൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമുക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല പ്യുവർ വെജിറ്റേറിയൻ ഊണ് കിട്ടുന്ന നല്ലൊരു അടിപൊളി സ്പോട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ വെജിറ്റേറിയൻസ് ഒന്നും അല്ല, പക്ഷേ ഇവിടുത്തെ വെജിറ്റേറിയൻ ഫുഡ് അടിപൊളിയാണ്. ഒരു തവണ ഹസ്ബൻഡിൻ്റെ കൂടെ വന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ മോളെ ഒരു ദിവസം കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്നേരം എന്തായാലും നല്ല വാഴയിലൊക്കെ ഇട്ട് ശരിക്കും നമ്മുടെ ഓണസദ്യയൊക്കെ കഴിക്കുന്ന പോലത്തെ നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ. ഇപ്പം കറികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊതിയാകും. ഇവിടെ ഒട്ടും പിശുക്കില്ല കേട്ടോ. കറികൾ തരുന്ന കാര്യത്തിലാണെങ്കിലും ശരി, കറികളിലെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഈ പറഞ്ഞ തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചേർത്ത് നമ്മൾ വീട്ടിൽ കഴിക്കുന്ന പോലത്തെ തന്നെയുള്ള നല്ല ഫുഡാണ്. പക്ഷേ സാധാരണ ഹോട്ടൽ ഫുഡ് ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ ഇരിക്കുന്ന സാമ്പാർ അങ്ങനെയൊക്കെയല്ലേ. ഇവിടുത്തെ സാമ്പാർ വറുത്തരച്ച പോലത്തെ ഒരു ടൈപ്പ് സാമ്പാർ കണ്ടേക്കുന്നത്. അതുപോലെ തന്നെ മോരുകറിയൊക്കെ നല്ല കുറുകിയ മോരുകറി. ഞാൻ എന്തായാലും ചാറുകറി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിയലും കൂട്ടി തട്ടാൻ തുടങ്ങി. അന്നേരം സാമ്പാറും മോരും ഒക്കെ പതുക്കെ എത്തി. ഞാൻ എന്തായാലും ആ മോരാട്ടാൻ വേണ്ടി എനിക്ക് സംശയം വന്നത് ഇനി പരിപ്പ് കറി എങ്ങനെ അവർ അറിയാതെ തരുന്നതാണോ എന്ന്. കാരണം അത്രയ്ക്ക് കുറുകിയ മോരാണ്. ഇത് കണ്ടോ, ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആവശ്യത്തിന് പുളിയും നല്ല ടേസ്റ്റുള്ള മോരുകറിയായിരുന്നു. അതുപോലെ തന്നെ പപ്പടം. ആദ്യത്തെ സെക്ഷൻ തന്ന തോരനല്ല, രണ്ടാമത് ക്യാബേജാണ് തന്നത്. ആദ്യമേ തന്നത് പയർ തോരനായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഗോബി മഞ്ചൂരിയൻ പറഞ്ഞായിരുന്നു, അത് കൊണ്ടുവന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഇതിൻ്റെ കൂടെ ഞങ്ങൾക്ക് നല്ല അടിപൊളി പാൽപ്പായസം, അത് പാലട പ്രഥമനാണ് കിട്ടിയത്. നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി പായസം കൊണ്ടുവന്നു. അതിനുശേഷം ഇതിൻ്റെ ബില്ല് വന്നു. ഞാൻ ബില്ല് കാണിച്ചു തരാം. ബില്ല് 461 രൂപയായി. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം, പക്ഷെ അവൾക്ക് കുടിക്കാൻ പറ്റുന്നില്ല. വയർ ഓവറായിട്ട് നിറഞ്ഞെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ നേരെ പിന്നെ പോയത് കല്ലറയ്ക്കൽ ലേഡീസ് സെൻറ്ററിലേക്കാണ്. അവിടെ പോയി മോൾക്ക് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവൾക്ക് ഓണം സെലിബ്രേഷന് സ്കൂളിൽ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു. എനിക്ക് വേണ്ടി ഫേസ് വാഷൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. നല്ല ലിപ്സ്റ്റിക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട്, ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസ് ഇവിടെയുണ്ട്. ഞാൻ എപ്പോഴും ഹസ്ബൻഡിൻ്റെ കൂടെ വരുമ്പോൾ ഇവിടെ കയറാറുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ നേരെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എൻ്റെ പേരൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരെയും കൂട്ടി എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.